കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. യേശുവിൽ പ്രിയം നിറഞ്ഞവരെ, ദൈവ നിശ്ചയങ്ങളോട് ചേർന്നുള്ള എല്ലാ സഞ്ചാരങ്ങളും അനുഗ്രഹീതമാണ് എന്ന് സുവിശേഷത്തിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ഉൾക്കാഴ്ചയാണ്. വിശുദ്ധ യൗസേപ്പ് പിതാവ് ദൈവത്തിൻ്റെ തീരുമാനങ്ങളോട് ചേർന്ന് സഞ്ചരിച്ചപ്പോൾ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ദൈവം ഇടപെടുന്നു. മനസ്സിൻ്റെ അസ്വസ്ഥതകളിലും സംശയങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സംരക്ഷണത്തിലുമെല്ലാം ദൈവത്തിൻ്റെ ശക്തമായ കരം വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതായി നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുഹിതത്തിന് യെസ് എന്ന് അമ്മ പറഞ്ഞപ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറയുന്ന നിമിഷം, ഒരു സഹനത്തിൻ്റെ വാൾ ഹൃദയത്തിലൂടെ കടന്നു പോയിട്ടും പരിശുദ്ധ അമ്മ പതറുന്നില്ല. കാരണം ഒരു അനുഗ്രഹീതമായ ഒരു യാത്രയായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജീവിതം. പ്രിയ നിറഞ്ഞവരെ, വിശുദ്ധ ശിമയോന്റെ ജീവിതം ദൈവനിശ്ചയത്തോട് ചേർന്ന അനുഗ്രഹീതമായൊരു യാത്രയായിരുന്നു. ലൂക്കാസ് വിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ ഈ ശിമയോനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുന്ന ഒരു പുണ്യാത്മാവ്. ശിമയോനെ കുറിച്ച് പറയുന്ന ദൈവ തിരുവചനം പോലെ ഇപ്രകാരമാണ്: ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവൻ, നീതിമാനായവൻ, ദൈവഭക്തൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം നിറഞ്ഞവൻ. എങ്ങനെയാണ് ഈ ഗുണങ്ങളെ വിശുദ്ധ ശിമയോന് സ്വന്തമാക്കാൻ സാധിച്ചത്? ദൈവത്തിൻ്റെ തീരുമാനങ്ങളോട് ചേർന്ന് ഒരു ജീവിതം ശിമയോൻ നയിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ശിമയോൻ്റെ ജീവിതം അനുഗ്രഹീതമാകുന്നതും ആത്മാവിൻ്റെ അഭിഷേകമുള്ളതായി തീരുന്നതും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിക്കുന്നവനായി മാറിയതും ദൈവഭക്തനും നീതിമാനുമായി മാറിയത്. പ്രിയ നിറഞ്ഞവരെ, ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതാ ദൈവ തിരുവചനം നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു ദർശനമാണിത്. ദൈവനിശ്ചയങ്ങളോട് ചേർന്ന് ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ, ഒരുപക്ഷെ ആ സഞ്ചാരം സഹനത്തിൻ്റെ വഴിയിലൂടെയാണെങ്കിലും, വിഷമതകളുടെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ ആണെങ്കിലും, സന്തോഷത്തിൻ്റെ അവസരങ്ങളാണെങ്കിലും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ഒരു യാത്രയായി നമ്മുടെ ജീവിതം മാറുമെന്നുള്ള വളരെ മനോഹരമായൊരു ഉൾക്കാഴ്ചയാണ് ഈ ജീവിതങ്ങളൊക്കെ തന്നെ, സുവിശേഷത്തിൽ ഈ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയ നിറഞ്ഞവരെ. ഈശോയെ, അങ്ങയുടെ തിരുഹിതത്തോട് ചേർന്ന്, അങ്ങയുടെ നിശ്ചയങ്ങളോട് ചേർന്ന്, തീരുമാനങ്ങളോട് ചേർന്നുള്ളൊരു ജീവിതം നയിച്ചുകൊണ്ട് ഈ ഭൂമിയിലെ ഞങ്ങളുടെ ജീവിതയാത്ര ഏറ്റവും അനുഗ്രഹീതമായി തീരുവാൻ ഈശോയെ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്കു ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നതു സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. കർത്താവേ, എൻ്റെ നാവിനു കടിഞ്ഞാണിടണമേ,
എൻ്റെ അധര കവാടത്തിനു കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്കു ചായാൻ സമ്മതിക്കരുതേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.